എപ്പോഴും ഓരോ ഷോട്ട് കഴിഞ്ഞാലും ഓരോരോ സംശയങ്ങൾ ചോദിക്കും. അത് ഇതിനെ പറ്റിയൊന്നുമല്ല. ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക ശോഭന. ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണല്ലോ. അപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ടെക്നിക്കൊക്കെ അറിയുന്ന അവർക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ വലിയ സംശയങ്ങളൊക്കെ ഇന്തുമാതിരി ഷോട്ടിൽ അങ്ങ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എനിക്ക് തോന്നുന്ന മറുപടി ഞാൻ പറയും. അങ്ങനെ ഞാൻ അവിടെ ആൾക്കാർക്കൊന്നും അറിയുന്നില്ല. അപ്പോൾ ഞാൻ ചിലരോടൊക്കെ പറഞ്ഞ് പിന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യരുത്, അവരെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാ ലൊക്കേഷനിലുള്ള മുഴുവൻ ആൾക്കാരും ആ കഥ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും അവരെ ഉപദ്രവിക്കാതെ എല്ലാവരും സമ്മതം പറഞ്ഞ് സ്ക്രിപ്റ്റ് എഴുതണം, സൂക്ഷിക്കണം, ആരും ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഒരു മുകേഷൊക്കെ ഉണ്ട് ആ സമയത്ത് അവിടെ. മുകേഷ് ആ പടത്തിൽ അങ്ങനെ ഒരു എയർപോർട്ടിൽ വെച്ചിട്ട് കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ മുകേഷ് ശോഭനയെ കണ്ട്. അപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിന് മുകേഷ് വെച്ച് അന്നൊക്കെ അங்கே ഒരു സ്ക്രിപ്റ്റ് എഴുതില്ല, അത് എപ്പോഴാച്ച്. അപ്പോൾ ശോഭന അത് ശരിയായില്ല എന്നാണ്. അത് ശരിയാവില്ല എന്ന് ഞങ്ങൾക്ക് അന്നേ അറിയായിരുന്നു. ശോഭനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയായിരുന്നു അത് ശരിയാവില്ല എന്ന്. അങ്ങനെ പറഞ്ഞു അല്ലേ? അത് സ്ക്രിപ്റ്റ് എഴുതിയില്ല. ഇല്ല. അത് ഈ മാനത്തെ വെള്ളിത്തേര് സിനിമയിൽ വെച്ചാണ് ഈ കഥകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ പറയാനാണ് അന്നേ ശരിയാവില്ല എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അല്ലേ? അപ്പൊ അതൊക്കെ പറയുമ്പോൾ ശോഭന എങ്ങനെയാണ് പ്രതികരിക്കണത്? ശോഭന ചിരിക്കും. അങ്ങനെ ഒത്തിരി കഥകളുണ്ടല്ലേ ഈ ശ്രീനിച്ചേട്ടന്റെ സിനിമയില്? ശ്രീനിച്ചേട്ടന് എഴുതിയ സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമ ഏതാണ്? അതായിരിക്കും എനിക്കിഷ്ടം. അതേതാണ് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സിനിമ എനിക്കിഷ്ടമാണ്, സന്തോഷമാണ്. നമ്മളുടെ അധ്വാനം കൂടുതൽ ആളുകളിലേക്ക് എത്തി എന്നുള്ളതാണ് സന്തോഷം. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഉള്ള ഒരു അംഗീകാരമായിട്ട് നമ്മളതിനെ കാണുന്നു. അതെ 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 അതെ. ഈ സത്യനന്ദിക്കാടുമായിട്ടുള്ള കൂട്ടുകെട്ടല്ലേ ശ്രീനിച്ചേട്ടന്റെ ഏറ്റവും ഹിറ്റുകൾ നന്നായി അല്ലേ? അല്ല, സത്യനും ആദ്യകാലത്ത് പ്രിയന്റെ കുറെ പടങ്ങൾ, പ്രിയന്റെ കൂടെയും കുറെ പടം ഇല്ലേ? നിങ്ങൾ ആ ഒരുമിച്ചുള്ള യാത്ര നല്ല രസമായിരുന്നു അന്ന് പ്രേക്ഷകർക്ക് അല്ലേ? പ്രേക്ഷകർ ഇപ്പോഴും ആഗ്രഹിക്കുന്ന യാത്രയാണ് നിങ്ങളുടെ യാത്രയൊക്കെ. പ്രിയൻ സാറ്, മോഹൻലാല്, ശ്രീനിച്ചേട്ടൻ, സത്യനന്ദിക്കാട് ചേട്ടൻ, ഇവരെല്ലാവരും ഒരുമിച്ചുള്ള യാത്ര ആളുകൾക്ക് ഇപ്പോഴും വലിയ താല്പര്യമാണ് അല്ലേ? അങ്ങനെ ഒരു പടമൊക്കെ നമുക്കിനി വേണ്ടേ? വേണ്ടതാണ്. മോഹൻലാല്, ശ്രീനിവാസൻ, സത്യനന്ദിക്കാട്, പ്രിയദർശൻ, ഇവരാരെങ്കിലും, പ്രിയദർശനോ അല്ലെങ്കിൽ സത്യനന്ദിക്കാടോ ഡയറക്ടർ, ശ്രീനിച്ചേട്ടന്റെ ഒരു സ്ക്രിപ്റ്റ്, മോഹൻലാലും ശ്രീനിച്ചേട്ടൻ ഒരുമിച്ച് അഭിനയിക്കും, അങ്ങനെ ഒരു സിനിമ നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടേ? അന്ന് നമ്മള് പിന്നെ ആലോചിച്ചതും എടുത്തതുമായിട്ടുള്ള സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളായിരുന്നു. സിമ്പിളായിരുന്നു. ഹ്യൂമറും ഭയങ്കര സ്ലാപ്സ്റ്റിക് കോമഡിയൊന്നുമല്ല. ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള സന്ദർഭങ്ങളിൽ ചിരിയാണ് അവിടെ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഭയങ്കര കഥയൊന്നുമില്ല. ഒരു ജോലിയില്ലാത്ത ഒരാൾ സുഹൃത്തിനെ അന്വേഷിച്ച് സ്ഥലത്തേക്ക് വരികയാണ്, എന്നെ. അപ്പോൾ ഒരു ജോലി കൊടുക്കാൻ എനിക്ക് കഴിവൊന്നുമില്ല. അങ്ങനെ ഇയാൾക്ക് എനിക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് നീ ഒരു ഗൂർഖയായിട്ട് ഒരു ശ്രമം നടത്തി നോക്കുന്നുണ്ട്. അവൻ ഗൂർഖയാവാണ്.
അത് വലിയ ഭയങ്കര കഥയൊന്നുമല്ല അത്. ഗാന്ധിനഗർ സെക്രട്ടേറിയറ്റ് കാര്യമാണ്. അതെ അതെ, അത് ചെറിയൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ കഥ പോകുന്നത്. പക്ഷെ എല്ലാ രംഗങ്ങളും ആളുകൾ രസിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അത്. അതെ 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 അതെ, അത് നല്ല രസമായിരുന്നു അത്. അതിപ്പം സുനിച്ചേട്ടൻ പറഞ്ഞ ഒരു കൂർക്കയായിട്ട് മോഹൻലാൽ വരുന്നു, ലാലേട്ടൻ ഭയങ്കര നല്ല രീതിയിൽ അഭിനയിക്കുന്നു. നിങ്ങളുടെ സ്ക്രിപ്റ്റ്, നിങ്ങളുടെ ഒരു കൂട്ടായ്മയിലുള്ള സിനിമകള് പ്രേക്ഷകർക്ക് ഇപ്പോഴും ഇഷ്ടമാണല്ലോ, ഇപ്പോഴും കാണാൻ താല്പര്യമാണ്. സമാധാനം, സന്മനസ്സിലുള്ളവർക്ക് സമാധാനം. പിന്നെ ടി പി പ്രഭാകരൻ അതിലാണ് മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയത്തിന് അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. അതെ, ഭയങ്കര അഭിനയിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല, പക്ഷെ അവാർഡ് കിട്ടിയ സിനിമക്ക്. ആ സിനിമ അത്രയും ഇഷ്ടമാണ് ആളുകൾക്ക് അല്ലേ, ജൂറിക്ക് വരെ ഇഷ്ടപ്പെട്ട സിനിമയല്ലേ. അങ്ങനെ മോഹൻലാലുമായിട്ടുള്ള സിനിമകൾ ഒത്തിരി അല്ലേ നിങ്ങൾ ചോദിച്ചത് അല്ലേ. നാടോടിക്കാറ്റൊക്കെ ഒന്ന് ഓർത്താലേ അല്ലേ, ദാസനും വിജയനും. ഈ ദാസനും വിജയൻ അങ്ങനെ ഒരു പേര്, ആ ഒരു പേരിടാനുള്ള കാരണം, ദാസനും വിജയനും ആ സ്ക്രിപ്റ്റിൽ എഴുതുമ്പോ ആ ഒരു പേരിടാൻ കാരണം, മധുരാഷ്ട്രയില് ഞാൻ ചെന്നപ്പോ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെങ്കിൽ എവിടെ താമസിക്കണം, അവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് വാടക കൊടുത്ത് താമസിക്കാനുള്ള യാതൊരു വകുപ്പും എനിക്കില്ല, പൈസ ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ നാട്ടിലെ എൻ്റെ സുഹൃത്തായ ദാസൻ എന്ന് പറഞ്ഞവൻ്റെ, അവൻ താമസിക്കുന്ന സ്ഥലത്താണ് ഞാൻ പോയി താമസിച്ചത്. അതാണ് ശരിക്കും പറഞ്ഞ ദാസൻ. വിജയന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, വിജയന് എത്രയോ ഉണ്ട്. ദാസൻ അതാണ് എൻ്റെ ശരിക്കും പറഞ്ഞ ഒരു അഭയസ്ഥാനം തന്ന ആ സുഹൃത്തിന്റെ പേരാണ് ദാസൻ. അതെ, അതാണ് ആ പേരിനോട് ഇത്ര പ്രിയം അല്ലെ. ദാസനോട് ഇത്ര പ്രിയം അതാണ് ആ പേരിനോടുള്ള താല്പര്യം. ആ പേരിന് ഒരു അർത്ഥമുണ്ടായത് അങ്ങനെയാണ് അല്ലെ. ആ ദാസനും വിജയന്റെയും കൂട്ടുകെട്ടുണ്ടല്ലോ എന്റെ ശ്രീനിച്ചേട്ടാ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്തും ജോലി എടുത്തത് ആ നിങ്ങളുടെ ആ കൂട്ടുകെട്ട് കാണുമ്പോ ഒക്കെ നമുക്ക് അസൂയായിരുന്നു. ഇനി ആളുകൾക്ക് അസൂയ കൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയൊക്കെ വന്ന ഇനി നമുക്ക് അല്ലേ, ഉറപ്പല്ലേ. മോഹൻലാലും ശ്രീനിവാസനും ഒന്നിക്കേണ്ട ഒരു സിനിമ ഉണ്ടാവും, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഉണ്ട്. അതിന് പഴയ ആൾക്കാരും ശ്രമിക്കാറുണ്ട്. പഴയ ആൾക്കാര് ശ്രമിക്കാറുണ്ട്, വല്ലപ്പോഴും ശ്രമിക്കാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കഥ ശ്രീചേട്ടൻ എഴുതണ്ടേ? നിങ്ങൾ രണ്ടുപേരും അഭിനയിക്കുന്ന ഒരു കഥ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു കഥയായിട്ട് വന്നാൽ നിങ്ങൾ രണ്ടുപേരും വെച്ച് സിനിമ ചെയ്യാന്ന് തീരുമാനിച്ചാൽ അതിൽ അഭിനയിക്കുമോ? അഭിനയിക്കും. മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കും, ലാലേട്ടന്റെ കൂടെ. നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ളവരല്ലേ, പരസ്പരം നല്ല ഇഷ്ടമല്ലേ നിങ്ങൾ? വെറുക്കാൻ കാരണങ്ങളൊന്നും വലുതായിട്ടുണ്ടായില്ല. എങ്ങനെ വെറുക്കാൻ കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് സത്യം, അതാണ് സത്യം. ആളുകൾ എന്തെങ്കിലും പറഞ്ഞ് വെറുപ്പിക്കാൻ നോക്കുന്നതല്ലാതെ നിങ്ങൾ തമ്മിൽ വെറുക്കാനൊന്നും ഉണ്ടായിട്ടില്ല അല്ലെ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ വളച്ചൊടിച്ച് വേറെ എന്തെങ്കിലും വെറുപ്പിക്കാൻ ശ്രമിക്കും. അത് ചിലപ്പോ ഭയങ്കര സ്നേഹം കാണുമായിരിക്കും ചില കാരണങ്ങൾ കൊണ്ട്. ഞാൻ ഒന്നും ഒളിപ്പിച്ചു വെക്കുന്ന പ്രകൃതക്കാരനല്ല, മനസ്സിലായി. അത് പൊതുവെ ആളുകൾക്ക് കുറച്ച് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട്. അതെ അതെ, അത് സ്വാഭാവികമാണ്. അല്ലെ, നിങ്ങൾ തമ്മിൽ മാനസികമായിട്ട് ഒരു വെറുക്കലുമില്ല, ഒരു വഴക്കുമില്ല അല്ലെ. അല്ലെ ശ്രീചേട്ടാ, ആളുകൾ വെറുതെ പറയുന്നു നിങ്ങൾ തമ്മിൽ വലിയ ശത്രുതയാണ്. ആളുകൾ ഗുണമുണ്ടാവും, അതെ അതെ അതെ, അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും.